ഇത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന ഗെയിമിൽ എങ്ങനെ പെട്ടെന്ന് പ്രോ പ്ലെയർ ആവാന്നുള്ള വീഡിയോന്റെ മൂന്നാമത്തെ ഭാഗമാണ്. അപ്പൊ ഇതില് നോക്കുന്നത് ഈ സൂപ്ര കാറ് ഇപ്പൊ നമുക്ക് വേൾഡ് സെയിലിൽ ഇട്ടിട്ട് സെല്ല് ചെയ്യണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് ഇതില് നോക്കുന്നത്. അപ്പൊ അത് പുതിയ അക്കൗണ്ടാണെച്ചാ ആ പോലീസിന്റെ ഇപ്പുറത്തൊരു ട്രോളിന്റെ ഐക്കൺ കണ്ടില്ലേ, അത് പുതിയ അക്കൗണ്ടിൽ ഉണ്ടാവൂല. ഇപ്പൊ ഈ കാർ എടുത്തപ്പോ ഇതിന്റെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇല്ലല്ലോ, അതേപോലെ മറ്റേതിന്റെ ഉണ്ടാവൂല. അപ്പൊ മറ്റേല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾന്ന് പറഞ്ഞാ നമ്മള് ഇതിന്റെ സ്റ്റിക്കറുകൾ ഉണ്ടാവൂലേ, സ്റ്റിക്കറുകള് 64ന്റെ മേലെ പോവാണിച്ചാലുള്ളൂ അതില് വേൾഡ് സെയിലിൽ ഇട്ടിട്ട് സെല് ചെയ്യാൻ പറ്റുക. അതിന് താഴെ കാണിച്ചാൽ വേൾഡ് സെയിലിൽ അതിന്റെ ഐക്കൺ കാണിക്കൂല. അതേപോലെ നമ്മളെ റാങ്ക് പറഞ്ഞാൽ നമ്മള് റേസർ ആവണം. ഇതില് ബിഗിനർ എന്നാ കാണിക്കണേ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് റേസൊക്കെ നടത്തണം, എന്നാലൊക്കെ ഉള്ളൂ നമുക്ക് അതില് കാണിക്കുക, വേൾഡ് സെയിലില് ആ ട്രോളിയുടെ ഐക്കൺ കാണിക്കുക. അപ്പൊ ഞാനൊരു റാൻഡം മാപ്പ് എടുത്തിട്ട് ഇതില് കുറച്ച് റേസ് നടത്തണം. അപ്പോൾ റേസ് നടത്താൻ എങ്ങനെ റേസ് നടത്താൻ വെക്കുക വെച്ചാൽ, ആ മുകളില് മാപ്പിന്റെ സൈഡിലായിട്ട് രണ്ട് ഫ്ലാഗിന്റെ ചിത്രം കണ്ടില്ലേ, അതുമ്പോൾ ഞെക്കാന്ന് വെച്ചാൽ ഇങ്ങനെ വരും. അപ്പോൾ ഏതെങ്കിലും പ്ലേയേഴ്സിനെ, നമുക്ക് വേണ്ട പ്ലേയേഴ്സിന്റെ കാർമ നമ്മൾ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റേസിൽ പങ്കെടുക്കാൻ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ അത് അപ്സെറ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ നോക്കാം. അപ്പോൾ ഇവിടെ അപ്സെറ്റ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിലിട്ടിട്ട് കളിക്കുക. അപ്പോൾ ഇതില് ജയിക്കോ ഇല്ലേ നോക്കാം. ഇതില് മിക്കവാറും ജയിക്കുന്നുണ്ടാവും, കാരണം നമ്മളപ്പോ മുമ്പിൽ പോണത്. അപ്പോൾ ജയിക്കുന്ന ഉറപ്പായി, ജയിച്ചു. ഇതെന്താ പക്ഷെ ഇതില് നമ്മൾ പൊട്ടിയതായിട്ടാണ് കാണിക്കുന്നത്, വല്ല ബഗ് വയ്ക്കും. അപ്പോൾ അടുത്തത് നോക്കാം. ഇതേതായാലും പോയി, അപ്പോൾ അടുത്തത് നോക്കാം. അപ്പോൾ വേറൊരു അടുത്ത പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ വെച്ച് കളിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ, ഇതിലും പൊട്ടി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കുറേ വട്ടം നോക്കണം. അപ്പോൾ വീഡിയോക്ക് ലെങ്ത് കൂടുന്ന കാരണം ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് സ്പീഡാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇതിൽ കണ്ട പോലെ ഒന്നോ രണ്ടോ കളി എത്ര ജയിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പൊട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കളിച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് മറ്റേല് അത് ഓപ്പൺ ആവും. ഓപ്പൺ ആവുക പറഞ്ഞാൽ അതിന്റെ ഐക്കൺ അവിടെ കാണും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി വേൾഡ് സെയിലിൽ ഇടണം. ഈ കാറ് വേൾഡ് സെയിലിൽ സെല്ലാക്കാൻ ഇടണം. അപ്പോൾ വേൾഡ് സെയിലിന്റെ ഐക്കൺ അവിടെ വന്നിട്ടുണ്ടോ കണ്ടില്ലേ, അതില് പ്രസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് 1000 കോയിൻ ഇടുക. മറ്റേ 1000 കോയിന്റെ മേലെ ഇടാൻ പറ്റൂല, അതേപോലെ 100 കോയിന്റെ അടിയിലും ഇടാനും പറ്റൂല. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ളതൊന്നും ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ഡിസ്ക്രിപ്ഷനോ വല്ലതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കൊടുക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇമെയിൽ വെരിഫൈഡ് ചെയ്യാനാണ് കാണിക്കുന്നത്. ഇതാന്ന് വെച്ചാൽ ഞാൻ കൊടുത്തത് ഇമെയില് മറ്റേ ശരിക്കത്തെ ഇമെയിലല്ല, gmail.com എന്നുള്ളത് ഞാൻ കൊടുത്തത് cpm.com എന്നാണ്. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നം പറ്റി. അപ്പോൾ ഇത് നമുക്ക് ഈ അക്കൗണ്ടിൽ വേൾഡ് സെയിലിൽ ഇടാൻ ഓപ്ഷൻ ഇല്ല. അതേപോലെ ഇതിൻ്റെ ഇമെയിൽ മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇല്ല. അപ്പം ഞാൻ ഇതിന് വേറെ വല്ല വഴിയുണ്ടോ വെച്ചിട്ട് കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ആക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടക്കണില്ല. അപ്പോൾ അപ്പോൾ അപ്പം നിങ്ങളൊക്കെ ഇത് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒറിജിനൽ ജിമെയിലിലെ ഇമെയിൽ ഐ ഡി തന്നെ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ നോക്കുക വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെറിയ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഗോൾഡ് അവിടെ സേവ് ചെയ്യാനും മറ്റേ വേൾഡ് സെയിലിന് കാറുകൾ വാങ്ങാനും നമുക്ക് അപ്പം പറ്റൂല. അപ്പം നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സർവർ കയറുക. ഞാനിവിടെ അലബേനിയൻ സർവറിലാണ് കയറിയത്. നമുക്ക് വേറെ വണ്ടി വാങ്ങണം. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വണ്ടികളുള്ളൂ, അല്ലാണ്ട് വലിയ മോഡിഫൈഡ് ചെയ്ത വണ്ടികളൊന്നുമില്ല. അപ്പോൾ ഓരോ ആൾക്കാരോടും ചോദിച്ചു നോക്കുക, ഇങ്ങനെ വണ്ടി കൊടുക്കുന്നുണ്ടോ, അതേപോലെ എത്രയാണ് എന്നൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ
അവിടുന്ന് വലിയ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മളെ ബെൻസ്, ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു ഈ ബെൻസിനൊരു പ്രത്യേകത ഉണ്ട് എന്ന്. അപ്പോൾ ഇതൊന്ന് മോഡിഫൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. ഈ കാറ് പെട്ടെന്നൊന്ന് മോഡിഫൈഡ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മോഡിഫൈഡ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഈ കാറിൻ്റെ ഞാനൊരു പ്രത്യേകത ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, ആ പ്രത്യേകത കാണിക്കാൻ ഏതെങ്കിലും സെർവർ കയറുക. ഞാൻ ഇവിടെ അലബേനിയൻ സെർവർ തന്നെ എടുക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് കൗതുക ലേശം കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മാപ്പിൽ വണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കാണിക്കാൻ ഇത് എവിടെയെങ്കിലും ഒന്ന് പോയി തട്ടിക്കണം. അപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ കണ്ടില്ലേ, സെറ്റല്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുക. പക്ഷെ ഇത് നടന്നില്ല. അപ്പോൾ ഒന്ന് ആഞ്ഞ് തട്ടിക്കണം. അപ്പോൾ ഒന്ന് സ്പീഡിൽ ചെന്നിട്ട് അവിടെ തട്ടിച്ചോക്കാം. ആ ഓക്കെ. അപ്പോൾ നമ്മളെ ഗ്ലിച്ച് ഇവിടെ വർക്കായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന്, ഇനിയാണ് ഇതിൻ്റെ ഗ്ലിച്ച്, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ കണ്ടോ, ഇത് എവിടെയും തട്ടൂല, എവിടെയും ഇടിച്ചു നിൽക്കൂല. എന്തിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ കയറി ചെല്ലാം നല്ല സുഖത്തിൽ. മറ്റേതാണെന്ന് വെച്ചാൽ മറ്റേ വണ്ടികൾക്കൊന്നും ഇതിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ആൾക്കാരെ ഇട്ടിട്ട് വെറുപ്പിച്ചിട്ട് ഒക്കെ ഇങ്ങനെ കാട്ടാം. ഇപ്പോൾ ഞാൻ കാട്ടുന്ന പോലെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാം. അപ്പോൾ ഇത് കാണുന്ന വേറെ ആൾക്കാർ വലിയ ഗ്ലിച്ചുകാരാണ് എന്ന് വിചാരിച്ച് നമ്മളെ നിന്ന് ഹൈ എമൗണ്ടിന് ഈ വണ്ടി വാങ്ങും. അപ്പോൾ ഇതിൻ്റെ പിന്നുള്ളൊരു മോശം പറഞ്ഞാൽ ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. സെയിൽ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഈ റാൻഡായിട്ട് സെയിൽ ചെയ്യൂലേ, അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റില്ല. മറ്റേ പേഴ്സണലായിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒക്കെ ആൾക്കാരെ കാണിച്ചിട്ട് നല്ല ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് സെറ്റാക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കൗതുകം കൂടും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അതേപോലെ ഈ വീഡിയോയിൽ ഞാൻ ചെറിയ സാധനം ആഡാക്കാൻ മറന്നു, വേൾഡ് സെയിലിട്ട് സെല്ലാക്കുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത പാർട്ടിലോ ഞാനത് അപ്ലോഡ് ആക്കാം. ഓക്കെ. അതേപോലെ ഇമെയിൽ കൊടുക്കുമ്പോൾ ഒറിജിനൽ ഇമെയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇതേപോലെ ഇങ്ങനെ CPM എന്നൊക്കെ അടിച്ചെടുത്തിട്ട് ഇതാക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞാൽ അങ്ങനെ വേൾഡ് സെയിലിട്ടിട്ട് സെല്ലാക്കാൻ കഴിയില്ല.